അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സമാധാനിപ്പിച്ച ഒന്നാമത്തെ അടിമയാണ് മഹാനായ സഹാബി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി രണ്ടാമത്തെ അടിമയാരാ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് നബി തങ്ങളെ കുറിച്ച് അറിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ കാണാൻ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു ചെന്നു. എന്നിട്ട് നബി തങ്ങൾ ദീൻ പറഞ്ഞു കൊടുത്തു, ഉപദേശമെല്ലാം കേട്ടു. അത് കഴിഞ്ഞപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിൽ പോയി ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല മുസ്ലിമായി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ചെന്നു. തന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ സ്വീകരിച്ചിരിക്കുകയാണ്, ഞാൻ മുസ്ലിമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായിട്ട് ഞാൻ അംഗീകരിച്ചു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ മാതാവിന് അത് വലിയ ഇഷ്ടമായില്ല. ഉമ്മയ്ക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഉമ്മ പറഞ്ഞു, ഇല്ല, പറ്റൂല, പഴയ മതത്തിലേക്ക് തന്നെ നീ തിരിച്ചു വരണം. മാതാവ് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, പഴയ മതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല തയ്യാറായില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നേരം വെളുത്താ പോകും, നസീഹത്തുകൾ കേൾക്കും, നിസ്കരിക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഒരുപാട് ദിവസമായിട്ട് തന്റെ പൊന്നാര മകനെ ഉപദേശിക്കുന്നുണ്ട് പഴയ മതത്തിലേക്ക് മടങ്ങി വരാൻ. എത്ര പറഞ്ഞിട്ടും സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അതിന് തയ്യാറായില്ല. ഉമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദേഷ്യമുള്ളവരാണ്, പിടിവാശിയാണ് ഉമ്മയ്ക്ക്. അപ്പൊ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ മാതാവ് പറഞ്ഞു, മോനെ, നീ ഇസ്ലാം മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് തന്നെ മടങ്ങി വരണം. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമ്മ, ഒരിക്കലും ഞാൻ മടങ്ങി വരില്ല, നിങ്ങൾ ഒന്നാന്റെ ദീനിലേക്ക് കടന്നു വരണം. അപ്പൊ മാതാവ് പറഞ്ഞു, മോനെ, നിന്നെ എത്ര വാശിയാണെങ്കിൽ എനിക്കും വാശി. ഇനി നീ അള്ളാഹുവെ ആ പരിശുദ്ധമായ ദീനിൽ നിന്നും മടങ്ങി വരാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല, ഞാൻ ഇനി വെള്ളം കുടിക്കൂല, ഞാൻ സത്യാഗ്രഹം തുടങ്ങുകയാണ്. ഉമ്മ തന്റെ പൊന്നാര മകനോട് പറയുന്നു, നീ പുതിയ മതം വിട്ടിട്ട് പഴയ മതത്തിലേക്ക് മടങ്ങി വരാതെ ഇനി ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. അപ്പൊ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല വിചാരിച്ചു, ഇങ്ങനെ പറയണല്ലേ, എന്തായാലും മനുഷ്യന് വിശപ്പും ദാഹമൊക്കെ ഉണ്ടാകും, എന്തായാലും ഇതൊക്കെ മാറും. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ വലിയ കാര്യം നോക്കിയില്ല. ഉമ്മ സത്യാഗ്രഹം തുടങ്ങി. ഉമ്മ അവിടെ നിന്ന് പട്ടിണി കിടക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ചെയ്തിട്ട് ഉമ്മ മാറുന്നില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല ഭക്ഷണം ഉമ്മാന്റെ അടുക്കൽ കൊണ്ടുപോകും. വെള്ളം കൊണ്ടുപോയി മാതാവിന്റെ അടുക്കൽ കൊടുത്തിട്ട് പറയും കുടിക്കാൻ. മാതാവ് പറയുന്നു, നീ മതം മാറാതെ ഞാൻ കുടിക്കില്ല. വാശിയാണ് ഉമ്മയ്ക്ക്, വല്ലാത്ത വാശിയാണ്. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. ഉമ്മ പടച്ചവനെ പട്ടിണി കിടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഉമ്മയുടെ ശരീരം വല്ലാതെ തളരുകയാണ്. ഉമ്മ വാശിയിലാണ്, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, പട്ടിണി കിടക്കുകയാ. അവസാനം ഭക്ഷണവുമായി എടുത്തു ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഭക്ഷണം കഴിക്കൂ. വല്ലാത്ത സ്നേഹമാണ് ഉമ്മയോട്, വല്ലാത്ത സ്നേഹമാണ് മകനോട്, വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് ഉമ്മാന്റെ അടുക്കൽ ചെന്ന് വെള്ളം കൊടുക്കുമ്പോ, ഭക്ഷണം കൊടുക്കുമ്പോ മാതാവ് പറയുന്നു, മതം മാറാതെ, നീ മതം മാറാതെ ഞാനിത് കഴിക്കൂല, ഞാനിത് കുടിക്കൂല. വാശികളവുമ്മ, ഞാൻ എന്തായാലും മതം മാറൂല. തങ്ങളുടെ ഉമ്മ പറയുകയാണ്, എങ്കിലും ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുമടാ, ഞാനിവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും. നാട്ടുകാര് മുഴുവനും നിന്നെ മരിക്കുന്ന കാലം വരെ പറയും, നീ ഉമ്മാനെ കൊന്നവനാണെന്ന്, നീ ഉമ്മയെ കൊന്നവനാണെന്ന്. മരിക്കുന്ന കാലം വരെ സഅദ് നാട്ടുകാര് നിന്നെ കുറിച്ച് പറയും സഅദ്, നാട്ടുകാര് നിന്നെ കുറിച്ച് പറയും സഅദ്. പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറഞ്ഞു, നബിയേ, ഉമ്മ സത്യാഗ്രഹം നടത്തുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ഉമ്മ വല്ലാത്ത
വാസികളാണ് നിബിധങ്ങൾ പറഞ്ഞു ക്ഷമിക്കാറ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ക്ഷമിക്കാറ് പഠിച്ചവനെ എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും എന്റെ മാതാവിന്റെ വാശി കൂടുകയാ കുറയുന്നില്ല പഠിച്ച റബ്ബേ കുടുംബക്കാര് വന്നിട്ട് പറയുന്നു സഅദേ പോവുകയാ പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാതെ കിടന്ന് നിന്റെ ഉമ്മ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് ഒന്ന് പോയി നോക്ക് സഅദ് ഒന്ന് പോയി നോക്ക് സഅദ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മാതാവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ് തളർന്നു കിടക്കുകയാണ് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദിവസങ്ങളായി മാതാവ് വല്ലാത്തൊരവസ്ഥയിൽ ശരീരം തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോ അടുത്തേക്ക് ചെന്നിട്ട് നിറകണ്ണുകളോട് കണ്ണ് നിറയുകയാണ് ഉമ്മാനെടുക്കൽ ചെന്നിട്ട് പറയുന്നു വെള്ളം കുടിക്കുമ്മ ഭക്ഷണം കഴിക്കുമ്മ വാശി കാണിക്കല്ലേ ഉമ്മ നീ മതം മാറാകാതെ ഞാൻ കുടിക്കില്ല നീ മതം മാറാതെ ഞാൻ കഴിക്കില്ലോ ഞാൻ പട്ടിണി കിടന്നു മരിക്കുമടാ മാതാപതന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനോട് പറയുമ്പോ ആർക്ക് പറഞ്ഞ മറുപടി എന്തെന്നറിയോ തന്റെ ഉമ്മയാണ് മുമ്പിൽ കിടക്കുന്നത് തന്റെ ഉമ്മയാണ് ദീനിന് അതാ അവിടെ നിന്ന് കണ്ടീശം പറയുന്നത് അല്ലാഹുവിന്റെ ദീൻ ഉപേക്ഷിക്കാൻ പറയുന്നത് ഗർഭം ചുമന്ന് 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവ് പട്ടിണി കിടന്നിട്ട് അവിടെ നിന്ന് തന്റെ പൊന്നാര മകനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് മതം മാറിയില്ലെങ്കിലോ ഞാൻ ഇവിടെ കിടന്ന് പട്ടിണി കിടന്നു മരിക്കുമടാ സഅദ് നാട്ടുകാര് മുഴുവനും നിന്നെ ഉമ്മാനെ കൊന്നവനാണെന്ന് വിളിക്കുമടാ സർവസമ്മർദ്ദങ്ങളും കൊണ്ടുവരികയാണ് ആ സമയത്താണ് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മാതാവിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ എനിക്ക് നിങ്ങളുടെ വല്ലാത്ത ഇഷ്ടമാവുമ്മ എനിക്ക് നിങ്ങളെ ജീവനാവുമ്മ നിങ്ങൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാ എനിക്കറിയാമുമ്മ മാതാവിനോട് പറയുകയാ എന്നാ നിങ്ങളെക്കാരും എനിക്കിഷ്ടമാരെന്നറിയോ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണുമ്മ എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടം അല്ലാഹുവിനെയാ അവന്റെ മുത്തുനബിയാണ് പരിശുദ്ധമായ ദീനിനെയാണ് സഅദ് ഇബ്നു അബീ വഖാസ് തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ അല്ലാഹു 1000 ജന്മം നൽകി 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു നിങ്ങളുടെ മകനായി ജനിച്ചു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ഇതുപോലെ 1000 പ്രാവശ്യം നിങ്ങൾ പട്ടിണി കിടന്ന് എന്റെ മുമ്പിൽ കിടന്നു മരിച്ചാൽ ഞാൻ അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിയില്ല ഉമ്മ എനിക്ക് അല്ലാഹുവാണ് വലുത് എനിക്ക് അല്ലാഹു വലുത് നബിയാണ് വലുത് അല്ലാഹുവിന്റെ ദീനാണ് വലുത് നിങ്ങൾ എത്ര വാശി പിടിച്ചാലും ഞാൻ മതം മാറൂല നിങ്ങൾ എത്ര വാശി പിടിച്ചാലും ഞാൻ മതം മാറൂല തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് നോക്കി പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സങ്ങ് വേദനിക്കുമ്പോ ഖുർആനിലായത്തിറങ്ങുകയാ വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിലെ വിടന്നായത്തിറങ്ങുകയാ അല്ലാഹു പറയുകയാ وإن جاهداك على أن تشرك به ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മാതാപിതാക്കളും മറ്റൊരു മതവിശ്വാസിയാണെങ്കിലും നീ അവരെ ആദരിക്കണം, നീ അവരെ ബഹുമാനിക്കണം, നീ അവരെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി നീ ഖിദ്മത്ത് ചെയ്യണം, നീ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അമ്മ പറഞ്ഞാൽ അനുസരിക്കണം, വാപ്പ പറഞ്ഞാൽ അനുസരിക്കണം. അവർക്ക് സ്ഥാനമുണ്ടോ, അവർക്ക് ബഹുമാനമുണ്ടോ, എല്ലാം അവർക്ക് കൊടുക്കണം സഹോദരാ. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വാപ്പയാ, പറയുന്നത് ഉമ്മയാ. അനുസരിക്കണ്ടടാ ചെറുപ്പക്കാരാ, അനുസരിക്കണ്ട പെങ്ങളോ. ഞാനൊരു പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. ഇന്ന് നിക്കാഹൊക്കെ ഇല്ലടോ, ഇന്ന് നിക്കാഹിന് വലിയ സ്ഥാനം കൊടുക്കാത്ത ഒരു കാലമാണ്. പടച്ചവനെ, നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത്, ഒരു പെണ്ണിന്റെ അടുക്കൽ പോകുന്നത്. എന്നാ ഇന്ന് നിക്കാഹൊക്കെ നടക്കുന്നതിന് മുമ്പ് വീടുകളിൽ വലിയ ഫംഗ്ഷനുകളാണ്. അങ്ങനെ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടുമല്ലോ. ഓഡിറ്റോറിയങ്ങളും വലിയ പന്തലുകളൊക്കെയാണ്. പടച്ചവനെ, അതാ പുതിയ പട നിക്കാഹ് കഴിക്കാൻ വന്നവനല്ല, അവന് പടച്ചവരെ കല്യാണം ഉറപ്പിക്കാൻ വന്നതാണ്, മൈലാഞ്ചിക്ക് വന്നതാണ്, സ്വർണ്ണം വന്നതാണ്. അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോ പുതിയ പെണ്ണ് അതാ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് നിൽക്കുകയാണ്. ഈ പയ്യനെയും പെണ്ണിനെയും ചേർത്ത് നിർത്തുകയോ. എന്നിട്ട് നിന്റെ വാപ്പ പറയും, അടുത്തു നിന്ന് ഫോട്ടോ എടുക്ക്. നിന്റെ ഉമ്മ പറയുകയാണ്, ഈ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, അവന്റെ അടുക്കലൊന്ന് കയറി നിൽക്കാൻ. ആ സമയത്ത് പറയണം, ഉമ്മ ഇത് വ്യഭിചാരമാ, പുരുഷനാണ്, ഇവൻ എന്നെ നിക്കാഹ് കഴിച്ചാലേ ഇവന്റെ ഭാര്യയാകൂ, എന്റെ ഭർത്താവാകൂ. അതുവരെ ഇവൻ എനിക്ക് അന്യ പുരുഷനാണ്, ഇവന്റെ അടുക്കൽ കയറി നിൽക്കല് പാവമാണ്. ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കല്ലേ മക്കള്. ചെറുപ്പക്കാരാ, അന്യ പെണ്ണിന്റെ കൂടെ കയറിയിരിക്കാൻ വാപ്പ പറഞ്ഞാലും അനുസരിക്കരുത്, ഉമ്മ പറഞ്ഞാലും അനുസരിക്കരുത്. അത് ചെയ്യാത്തതിന്റെ പേരിൽ അല്ലാഹു നിന്നെ നരകത്തിലിടൂല. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം നിന്റെ വാപ്പയാണ് പറയുന്നതെങ്കിലും, നിന്റെ ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കേണ്ട ചെറുപ്പക്കാരാ. മാതാവ് പട്ടിണി കിടക്കുകയാ, നീ മതം മാറാതെ, മതം വലിച്ചെറിയാതെ, നിന്റെ ഉമ്മ വെള്ളം കുടിക്കൂല, നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമടോ. നാട്ടുകാര് മുഴുവനും നിന്നെ പറയും, നീ ഉമ്മയെ കൊന്നവനാണെന്ന്. മതം മാറടാ. ഉമ്മ സർവാടവുകളും നോക്കിയടോ. സമീപകാശം എന്ന് പറയുന്ന ഈമാനുള്ള മകനുണ്ടല്ലോ, അവളെന്ന് പറഞ്ഞു, ഉമ്മ ഒരിക്കലും ഞാൻ മതം മാറൂല. ഉമ്മ എവിടെന്ന് പരാജയപ്പെട്ടടോ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? പഠിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളെ വൃത്തികേടുകൾ ചെയ്യാൻ പറഞ്ഞ, ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പ കള്ള് കുടിക്കാൻ പറഞ്ഞ കുടിക്കുമോ? കഞ്ചാവടിക്കാൻ പറഞ്ഞ അടിക്കുമോ? പിന്നെ എന്തേ ചെറുപ്പക്കാരാ, മകർ കൊടുത്ത വിവാഹം കഴിക്കാതെ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടാൻ പാടില്ലല്ലോ. ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിന്റെ പെങ്ങൾക്ക് ആരെങ്കിലും ലൗലറ്റർ കൊടുത്താൽ, നിന്റെ സഹോദരിക്ക് ഏതെങ്കിലും ഒരുത്തന് കമനുസരിച്ച പെങ്ങളുടെ വീട്ടിൽ വന്ന് പരാതി പറയുമ്പോ വിളിച്ചുകൊണ്ട് അവനെ നന്നാക്കാൻ പോകുമല്ലോ, അവനെ തല്ലാൻ പോകുമല്ലോ. നിന്റെ രക്തം കിടക്കുന്നില്ല, നാണമില്ലേടാ ചെറുപ്പക്കാരാ. 18 വയസ്സുള്ള നിന്റെ പെങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരുത്തന്റെ കൂടെ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറയുമ്പോ എവിടെ പോയടാ ചെറുപ്പക്കാരാ നിന്റെ രക്തമൊക്കെ? അത് പാപമല്ലേടാ, അത് തെറ്റല്ലേടാ. എനിക്കെന്റെ പെങ്ങളോടുള്ള സ്നേഹം അവിടെ മാറിപ്പോയോ? തൊഴണമെങ്കിലും എന്റെ പെങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ ഹലാലായ രീതിയിൽ വിവാഹം കഴിക്കാതെ പറ്റൂല, പറ്റൂല. പറയാൻ
ചങ്കൂറ്റമില്ലാതെ പോയത്. പറയണം ചെറുപ്പക്കാരാ, ആദർശം പണയം വെക്കരുത്, ആദർശം പണയം വെക്കരുത്. ഒരുത്തന്റെയും കാഴ്ചപെട്ടിക്കൊണ്ട് പണയം വെക്കാനുള്ളതല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന്. പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുതെന്നാണ്. വ്യഭിചരിക്കരുതെന്നല്ല, അതിലേക്ക് അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത്. കാണുന്നത് കണ്ണിന്റെ പാപമാ, കേൾക്കുന്നത് ചെവിയുടെ പാപമാ, തൊടുന്നത് കൈയുടെ പാപമാ, പറയുന്നത് നാവിന്റെ പാപമാ. എല്ലാം വ്യഭിചാരത്തിന്റെ ഓരോ ഭാഗങ്ങളാ. അതുകൊണ്ട് സൂക്ഷിക്കണേ. മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബിയാ. ഈ മൂന്നാമത്തെ അടിമയാരെന്നറിയോ? മൂന്നാമത്തെ അടിമ ഒരു പെണ്ണാണ്. പെണ്ണട് സങ്കടപ്പെട്ടപ്പോ വീടിന്റെ അകത്ത് കിടന്നിട്ട് താങ്ങാൻ കഴിയാതെ സങ്കടം കൊണ്ട് കരഞ്ഞപ്പോ അല്ലാഹു സമാധാനിപ്പിച്ച മൂന്നാമത്തെ അടിമ ഒരു പെണ്ണാണ്. ആ പെണ്ണാരെന്നറിയോ? ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ഒന്ന് കരഞ്ഞപ്പോ, ആയിഷ ഒന്ന് സങ്കടപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അതാ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാണ്. ആയിഷാനെ സമാധാനിപ്പിക്കുകയാ. ആയിഷാനെ അല്ലാഹു സമാധാനിപ്പിക്കുകയാ. എപ്പോഴാണ് സമാധാനിപ്പിച്ചതെന്നറിയോ? ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്. നബി തങ്ങളും സഹാബത്തും അവിടെ നിന്ന് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതാ യാത്രയാണല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി. പടച്ചവനെ, ആയിഷ മടങ്ങി വന്നു. തന്റെ വാഹനത്തിലേക്ക് കയറുകയാണ്, ഒട്ടകക്കട്ടിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് എല്ലാവരും കണ്ടു. അങ്ങനെ പിന്നെ ആണുങ്ങൾ മുഴുവനും കടന്നുപോയി. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. കുറച്ച് കഴിയുമ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത് തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി ആ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീവി വെളിയിലേക്ക് നോക്കി. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല, സഹാബാക്കൾ ആരെയും കാണുന്നില്ല. ഒന്ന് പറയാമെന്ന് പറഞ്ഞു നോക്കുമ്പോ ഒരാളെയും കാണുന്നില്ല. ആയിഷ ബീവി ചിന്തിച്ചു, പടച്ചവനെ, ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാം. ആരോടും പറയാതെ ആയിഷ ഉമ്മ ഇറങ്ങി പോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാലതരം ഇറങ്ങിപ്പോയി. ഒരാളും ആയിഷാനെ കണ്ടില്ല. എല്ലാവരും തിരിച്ചു വന്നു. ആയിഷ കയറിയത് കണ്ടതാണല്ലോ. അതുകൊണ്ട് ഒട്ടകക്കട്ടിലെടുത്ത് മുകളിൽ വെച്ചു. ഭാരമില്ലാത്തത് കാരണം ആയിഷയ്ക്ക് വലിയ തടിയില്ലായിരുന്നു, മെലിഞ്ഞ ശരീരമാണ്. അതുകൊണ്ട് ഇല്ലാത്തത് അവരറിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും യാത്ര തുടരുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മടങ്ങി വന്നപ്പോ സഹാബത്തും പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആരാരുമില്ലാത്ത വഴിയോരത്ത് ആയിഷ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇരുന്ന് കരയുകയാണ്. പടച്ചവനെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കരയുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഒറ്റയ്ക്ക് വരികയാണ്. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാറ് ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, സഫ്വാൻ റളിയല്ലാഹു തആല നോക്കുമ്പോ വഴിയോരത്ത്
ഒറ്റക്കൊരു ഹിജാബിട്ട പെണ്ണിരുന്ന് കരയുകയാണ്. ഒറ്റക്കൊരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല. സഹോദര തങ്ങൾ ചോദിക്കുന്നു, ആരാ ഓരത്തിരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. സഹോദരൻ ആയിഷ ബീവിയുടെ ശബ്ദമറിയാ ആയിഷയാണെന്ന് പറയുമ്പോ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയോ അവിടുന്ന് ചാടിയിറങ്ങുകയാണ്. കേറുമ്മ, ഈ വാഹനത്തിലേക്ക് കേറുമ്മ, ഇവിടെ ഇരുന്ന് കരയല്ലേ ഉമ്മ, ഈ സഹബാൻ നടക്കാമുമ്മ, ഉമ്മ വാഹനത്തിന്റെ മുകളിലേക്ക് കയറ്, കയറ് പിടിച്ച് നടക്കാമുമ്മ, വേറെ വഴിയില്ലല്ലോ. വാഹനത്തിന്റെ മുകളിൽ കയറുകയാണ്. സഹാബത്ത് രാത്രിയിൽ ഒരുപാട് സഞ്ചരിച്ചു. ഒരുപാട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആയിഷയിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയ വിഷയമായടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയെ കാണുന്നില്ല. എല്ലാവരും വല്ലാത്ത പ്രശ്നത്തിലായി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വരുന്നു ആയിഷ. ചെറുപ്പക്കാർ രണ്ടുപേരും കൂടെ ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരികയാണ്. ഞങ്ങളുടെ മുമ്പിൽ വന്നു ആയിഷ നടന്ന കാര്യങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് സമാധാനമായി, ആയിഷ ബീവിക്ക് സമാധാനമായി. പക്ഷേ മുനാഫിഖീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തൻ ആ കൂട്ടത്തിലുണ്ട്. അവന് മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല, നബിതങ്ങളെ ഇഷ്ടമല്ല, നബിതങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടമല്ല. അവൻ മുസ്ലിം പേര് കൊണ്ട് മാത്രം മുസ്ലിമായവനാണ്. അവൻ പറയുന്ന രണ്ടുപേരും കൂടെ ഒരു രാത്രി മുഴുവനും സഞ്ചരിച്ച് വന്നതാണല്ലോ. എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും. കുറിച്ച് ആരോപണം നടത്തി പെങ്ങള് പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാ. കേട്ടവർ വിശ്വസിക്കുകയാ. കാരണം പറഞ്ഞത് നബിതങ്ങളുടെ കൂടെ പോയവരാണ്. തിരുവകട മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. തിരുവകട മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ലടോ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ റസൂലിനെ സഹിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറുകയാ. സ്വന്തം ഭാര്യയെ കുറിച്ച് നാട്ടുകാർ അപവാദം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് വിധങ്ങളെ വിളിച്ചു, യാ അയ്യുഹന്നാസ്, സഹാബത്തേ, നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നു സഹാബ. എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ. പക്ഷേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഇതാണോ ഭർത്താവെന്ന് പറഞ്ഞാൽ, ഇതാണ് ഭർത്താവെന്ന് പറഞ്ഞാൽ. ഇന്നലെ വരെ കൂടെ കടന്നവളെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോ വായി കെട്ടി പോകാനല്ല പറഞ്ഞത്, സങ്കടപ്പെടുത്താനല്ല നോക്കിയത്. നിങ്ങളുടെ മറുപടി എന്തെന്നറിയോ?
ഈ ലോകത്തിന്റെ ദിവനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ആയിഷാന എനിക്ക് വിശ്വാസമാ, എന്റെ ആയിഷ എനിക്ക് വിശ്വാസമാണ്. കാരണം ഇന്നലെ വരെ അവൾ എന്റെ കൂടെ കിടന്നവളാണ്. അവിടെ നിന്ന് പറയുന്നു ലാകിന വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ആയിഷ നിരപരാധിയാണ്, എന്റെ ആയിഷ നിരപരാധിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹു തീരുമാനിക്കട്ടെ, ആയിഷയുടെ കാര്യം അല്ലാഹു തന്നെ തീരുമാനിക്കട്ടെ. ആയിഷ ബീവി വീടിന്റെ അകത്ത് കിടക്കുകയാണ്. പനി പിടിച്ചടോ, ഒരാഴ്ചയോളം ആയിഷ സുഖമില്ലാതെ കിടന്നു. പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിഷ അറിയുന്നില്ല. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല നബി തങ്ങളുടെ സങ്കടം കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുക്കൽ പോകട്ടെ നബിയേ, ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുക്കലൊന്ന് പോയി നിൽക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളെ വിളിക്കുകയാണ്, ആയിഷ ബീവിയെ പറഞ്ഞു വിടുകയാണ്. ആയിഷ ബീവി വീട്ടിൽ ചെല്ലുമ്പോഴാണ് കഥകൾ അറിയുന്നത്. സിനിമാ കഥകളെ പോലും വെല്ലും രീതിയിലുള്ള തിരക്കഥയാ പെങ്ങള്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. നമ്മളാരും മനസ്സിൽ പോലും കരുതാത്ത കഥകളാണ് നടിച്ചിറക്കുന്നത്. ഓരോ പെണ്ണും അവരുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് പറയുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല തകർന്നു പോയി, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ആയിഷ പട്ടിണി കിടക്കുകയാണ്, ആയിഷ പട്ടിണി കിടക്കുകയാണ്. വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയാ, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ പൊന്നുമോൾ അനങ്ങാതെ കിടക്കുകയാ, എന്റെ പൊന്നുമോൾ അനങ്ങാതെ കിടക്കുകയാ, അനക്കമില്ല. എന്റെ പൊന്നുമോള് മരിച്ചുപോയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ പൊന്നുമോള് മരിച്ചുപോയോ? അബൂബക്കർ തങ്ങൾ തെങ്ങിട്ട് കാലിലിങ്ങനെ തട്ടി നോക്കും ജീവനുണ്ടോ എന്ന്. ആയിഷയുടെ കാലിലിങ്ങനെ തട്ടി നോക്കും, തന്റെ പൊന്നുമോൾ അനങ്ങുമ്പോഴാ സമാധാനം വരുന്നത്. അതുപോലെ ആയിഷ കരഞ്ഞു പെങ്ങള്, അതുപോലെ ആയിഷ സങ്കടപ്പെട്ടു പെങ്ങള്. പക്ഷേ പതറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, അതാ വരുന്നു മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ആയിഷ ബീവി നിരപരാധിയാ, ആയിഷ ബീവി നിരപരാധിയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി എന്ന ചരിത്രം പറയുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണോ? ഒരു വാർത്ത കേട്ടാ അതിന്റെ സത്യാവസ്ഥ ആരും തിരയാറില്ല. എല്ലാവരും ഷെയർ ചെയ്യുകയാ, എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയാണ്. സത്യമാണോ കള്ളമാണോ ആരും തിരക്കാറില്ല. എന്നാൽ ഒരു മുസ്ലിമിന്റെ നിലപാടെന്താ? ഒരു മുസ്ലിമിന്റെ നിലപാടെന്താ? നീ ആരുടെ കൂടെയാ നിൽക്കേണ്ടതെന്നറിയോ? അല്ലാഹുവേ, റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടന്നപ്പോ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ ചോദിക്കുകയാ, ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു, കുറിച്ച് ഇങ്ങനെ ഒരു കഥ പറയുന്നല്ലോ, ആയിഷയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പറയുന്നല്ലോ, റസൂലിന്റെ ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഒരു നാട് മുഴുവനും ആയിഷയെ കുറ്റം പറയുമ്പോ, ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് അപവാദം പറയുമ്പോ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആയിഷ തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയോ?
സഹാബിയുടെ മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, ആയിഷയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? അപ്പൊ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിൽ കയറി ചെന്നു. അപ്പൊ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, അല്ലാഹു തആലയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചോ? അപ്പൊ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, അതവിടെ നിൽക്കട്ടെ, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നു? ആയിഷ ബീവിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോ ആ അബു അയ്യൂബ് അൻസാരി തങ്ങളുടെ ഭാര്യ പറയാ, ഞാനോ ഒരിക്കലും വല്ലാഹി ഞാൻ ചെയ്യില്ല. ആയിഷയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വല്ലാഹി സത്യം ഞാൻ വ്യഭിചരിക്കൂല. അല്ലാഹു കാക്കട്ടെ, ഞാൻ ഒരിക്കലും വ്യഭിചരിക്കൂല. അപ്പൊ അബു അയ്യൂബ് അൻസാരി തങ്ങൾ ചോദിച്ചു, നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെ ചെയ്യും? നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ നിന്നെക്കാല് എത്രയോ ഹൈറായവളാ ആയിഷ. ഈ ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ഒരു അള്ളയല്ലേ? അപ്പൊ നീ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെ ചെയ്യും? നിന്നെക്കാല് എത്രയോ ഹൈറായവളാണ് ആയിഷ. ആയിഷ ഒരിക്കലും വ്യഭിചരിക്കില്ല. സ്വഹാബിയുടെ നിലപാടത. ഇവിടെ ഒരു വാർത്ത കേട്ടാൽ അങ്ങനെ അയക്കണം. ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കേൾക്കും, നീ എപ്പോഴും നല്ലത് ചിന്തിക്കും. അബദ്ധം പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ അത് ചുമ്മാതെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നല്ലതേ ചിന്തിക്കാം. നമ്മളൊരു കഥ എങ്ങോട്ട് എഴുതും. ആമിനയോട് പറയും, ആമിന ആയിഷയോട് പറയും, ആയിഷ നഫീസയോട് പറയും. പിന്നെ പടച്ചവരെ നമ്മൾ തന്നെ കേൾക്കുമ്പോൾ കണ്ടുതള്ളി പോകും. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകൾ അഭിനമിട്ട് ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് ബറക്കത്തിനൊന്നിടും. നസീർ സാബാബ് വാങ്ങിക്കൂട്ടുന്നത് അവിടെയാണ്. ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് അല്പം ഇടുക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ അപവാദമുണ്ടായ സമയത്ത് ആ സഹാബിയുടെ നിലപാടിനെ കുറിച്ച് ഖുർആൻ പറയുക, ലൗലാ ഇദ സമിഅതുമൂഹു ദന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ. ഖുർആൻ പറഞ്ഞതാ. നമ്മൾ എപ്പോഴും നന്മയുടെ ഭാഗത്തായിരിക്കണം. നല്ലത് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആവശ്യമില്ലാത്തതൊക്കെ കള. എന്തിനാ അതൊക്കെ? എടോ, അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവനും അള്ളാഹു തമ്മിൽ തീർക്കും. നിനക്കെന്താ കാര്യം? നീ ഒരു തെറ്റ് ചെയ്താൽ നീ അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി അള്ളാഹു നിനക്ക് പുറത്തു തരും. എനിക്കിങ്ങനെ പുറത്തു തരിക? ഞാൻ നിന്നെ നാണം കെടുത്തി. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്റെ വില എന്തെന്നറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഅബയുടെ മുമ്പിൽ ചെന്നു. അള്ളാഹു ആ കഅബയിൽ ചെന്ന് സിയാറത്ത് ചെയ്യാനും ആ കഅബയുടെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കത്താറായോ? ഇരുത്തം കണ്ടിട്ട് നിങ്ങളുടെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് മടുത്തു തുടങ്ങിയെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അള്ളാഹ് നിർത്തിയേക്കാം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധമായ കഅബ, ഹജറുൽ അസ്വദ് കൊണ്ട് അലങ്കരിച്ച കഅബ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്കെന്ത് സുഗന്ധമാണ്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നു. കാണാനും തൊടാനും ഒക്കെ എല്ലാവർക്കും നിന്നെ വലിയ ബഹുമാനം. സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. വല്ലാത്ത മഹത്വം, വല്ലാത്ത സുഗന്ധം. അങ്ങനെ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നബിതങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഅബയോട് പറഞ്ഞു, കഅബയെ, നിന്നെക്കാളും സ്ഥാനമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യന്റെ ഇസ്സത്തിനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് ആ കഅബാലയത്തിനെക്കാളും മഹത്വമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ടാ സഹോദര, പറയുമ്പോഴും നോക്കിയും കണ്ടും പറയണം. എടാ, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. തിരുവനന്തപുരത്ത് കിടക്കണ വരെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ അയച്ചു കൊടുക്കും. ഇവള് പോയി, ഇവള് പോയി, ഇവള് പോയത്. അവള് പോയെങ്കിൽ പോട്ടെ, എന്താ? എടാ, ഇന്നത്തെ കാലത്തൊന്നും വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഒരു അമുസ്ലിമായ ഒരു പയ്യന്റെ ഉടുപ്പ് ഒളിച്ചോട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വിചാരിക്കണത് എൻ്റെ മോള് പോത്തില്ല ഉസ്താദെ, കാരണം മലക്കല്ലേ. എൻ്റെ മോള് പോകില്ല, അയൽവാസിയുടെ പോത്തുള്ളൂ. അതങ്ങനെ സ്വന്തം മക്കളുടെ തെറ്റാരും പറയും. നിന്റെ മകളുടെ സ്വഭാവം എന്താന്ന് നിനക്ക് അറിയത്തില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ പോട്ടെ, ഞാൻ എന്തിനാ വലിയൊരു കാര്യം പറയണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവക്കൊരു കുറ്റബോധം. അല്ല, ഞാൻ ചെയ്തത് പാവമായി പോയില്ല, അല്ല തെറ്റായി പോയില്ല, അള്ളാഹുവേ ചെയ്തു പോയി റബ്ബേ. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ആ പെണ്ണ് തൗബ ചെയ്തു.
അള്ളാഹുക്ക് പുറത്തു കൊടുക്കുമോ? നിങ്ങൾ എന്ത് മനുഷ്യന്മാർ എങ്ങനെ ഇരിക്കണം? അവൾ അള്ളാഹിനോട് തൗബ ചെയ്താൽ പുറത്തു കൊടുക്കോ? കൊടുക്കൂലേ? കൊടുക്കുമോ ഇല്ലേ? അത് ഉറക്കെ പറ, കൊടുക്കുമോ ഇല്ലേ? ആ പെണ്ണിനെ നാണം കെടുത്തിയ നീ അള്ളാഹുടെ മുമ്പിൽ തൗബ ചെയ്ത അള്ളാഹ് പുറത്തു തരുമോ? അതാ മനസ്സിലാക്കുന്നത്. നീ മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് അറബികളെ മൊത്തം ഇടിച്ചു കളഞ്ഞിട്ട് നീ ഹജറുൽ അസ്വദിനകത്ത് തലയിട്ട് മുത്തിയിട്ട് പറയാം, അല്ല ഞാൻ നാണം കെടുത്തിയല്ല, പുറത്തു തരണേ അല്ല, പുറക്കുവോ? അവളുടെ വീട്ടിൽ ചെന്നിട്ട് നീ പൊരുത്തം ചോദിക്കാം, അവള് പൊരുത്തം തന്നാലേ നീ രക്ഷപ്പെടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അത് നിസ്സാരമായ ഒരു പാവല്ല. ഇങ്ങനെ ഇരുന്നിട്ട് തിന്നാൻ നല്ല രസമാണ്, ഇറച്ചിക്ക് വല്ലാത്ത ടേസ്റ്റാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ബീബി റളിയല്ലാഹു തആല അല്ലാഹു നിഅ്മൽ വക്കീൽ അവര് ദിക്റാണ് മദനി. ആയിഷ ബീബി റളിയല്ലാഹു തആലക്ക് മനസ്സിന് ധൈര്യം കിട്ടാൻ പറഞ്ഞ ദിക്റതാ. ആയിഷയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ അത് ഖുർആനിൽ ആയി തുടങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാലാമത്തെ അടിമയാര ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല. രണ്ട് കണ്ണും കാണാത്ത സഹാബിയ, രണ്ട് കണ്ണിനും ജന്മനാ കാഴ്ചയില്ല. ഈ ഉമ്മു മഖ്തൂം എന്ന് പറയുന്ന സഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല പറഞ്ഞു, നബി തങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, യാ റസൂലല്ലാഹ് അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാഹ്. ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയെ എനിക്കൊരു അറിവ് പറഞ്ഞു തരണം, എനിക്കൊരു സംശയം തീർക്കണം, ഒരു മസല പറഞ്ഞു തരണം. നബി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് എനിക്കൊരു അറിവ് പറഞ്ഞു തരാൻ ചോദിച്ചു. സത്യം പറഞ്ഞ ആ സമയത്ത് നബി തങ്ങൾ ഖുറൈശികളുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പള്ളിയിലെ ഉസ്താദ് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാരുടെ നേതാക്കന്മാരെ പള്ളിയിൽ വിളിച്ചിട്ട് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കാം. ഇസ്ലാം എന്താണ്, അള്ളാ എന്താണ്, മഹാന്മാരാരാണ്, അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാ നിങ്ങളുടെ നാട്ടിലെ കാക്ക വന്നിട്ട് ഉസ്താദേ എനിക്കൊരു മസല ചോദിക്കണം എന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ അവസ്ഥ എന്തായിരിക്കും? എടാ, ഈ ചങ്ങാതിക്ക് എപ്പോ വേണമെങ്കിലും മസല ചോദിക്കാം, ഇവന്മാരെ ഇപ്പൊ കിട്ടിയതല്ലേ ഉള്ളൂ. അത്രയും വലിയ ഒരു ചർച്ച ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളുടെ നേതാക്കന്മാർക്ക് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഉസ്താദേ ബാത്റൂമിൽ കയറുന്ന ദുബാ ഒന്ന് പറഞ്ഞിരണമെന്ന് പറഞ്ഞാൽ ഉസ്താദിന് പെട്ടെന്ന് മനസ്സിന് അമർഷം തോന്നും. ഈ ഉമ്മു മഖ്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത സഹാബി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നാമതേ ഖുറൈശികൾ പറയുന്നത് മുഹമ്മദിന്റെ കൂടെ ഉള്ളതൊക്കെ അത്തപ്പാടികളാണ്, ഒന്നിനും കൊള്ളാത്ത ബലഹീനരാണെന്നൊരു പേര് ദോഷമുണ്ട്. അപ്പൊ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബി ഇങ്ങനെ ചോദിച്ചപ്പോൾ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. സഹാബി രണ്ടാമത് ചോദിക്കുന്നു, നബിയെ എനിക്കൊന്ന് ഇങ്ങോ പറഞ്ഞാൽ നബിയെ. സത്യത്തിൽ ആ സഹാബിക്ക് അറിയില്ല, നബി തങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാതെ കണ്ണിന് കാഴ്ചയില്ല. പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോൾ നബി തങ്ങളുടെ മുഖമൊന്നും ചൊല്ലിഞ്ഞു. ഇപ്പോഴാണ് ഈ ചോദ്യം. ആ നബി തങ്ങളുടെ മുഖമൊന്ന് ചൊളിഞ്ഞു. ഈ ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല മനസ്സൊന്ന് വേദനിച്ച്, എന്റെ അല്ലാഹ് നബി തങ്ങൾ മറുപടി ഒന്നും പറയണില്ല. ഇത് പറ്റി പടച്ചോനെ ഒന്ന് ഇറങ്ങി അങ്ങ് പോയ സഹാബി. ആ സഹാബി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ഖുർആനിലെ 10 ആയത്തുകൾ ഓതി കൊടുക്കുകയാ. അബസ വതവല്ല അൻ ജാഅഹുൽ അമാ. ഒരു കണ്ണ് കാണാത്ത ഒരു ബലഹീനനായ ഉമ്മു മഖ്തൂം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഒരു ദീനിനെ കുറിച്ചുള്ള ഒരു കാര്യം ചോദിച്ചപ്പോ നബിയേ മുഖം ചുളിച്ചില്ലേ, നബിയേ അങ്ങ് മുഖം ചുളിച്ചില്ലേ, ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ. സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു വഴക്ക് പറയുകയാണ്, ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വഴക്ക് പറയുകയാ. നബി തങ്ങളെ വഴക്ക് പറഞ്ഞടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടുകയാണ്, നബി തങ്ങൾ ഓടുകയാണ്. സഹാബ ഉമ്മു
സഹാബ. എവിടെ ഉമ്മു മക്തൂം? എവിടെ കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം? ലബ്ബൈക യാ റസൂലല്ലാഹ്. പള്ളിയുടെ മൂലയിൽ നിന്നുകൊണ്ട് പടന്ന് പറയുന്നു, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോടുകയാണ്. കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം എന്ന് പറയുന്ന സ്വഹാബികളുടെ ചാരത്ത് നിന്നിട്ട് നിബിതങ്ങളുടെ ഷാലെടുത്ത് തറയിൽ വിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുമലിൽ കിടന്ന ഷാളുണ്ടല്ലോ, ഷാലെടുത്ത് താഴെ വിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇരിക്കും നമുക്ക് അല്ലാഹുവിനെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ ഉമ്മക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ. നിങ്ങളവിടെന്ന് പറയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഉമ്മക്ക് എന്ന് പറയുന്ന സഹാബിയെ കാണുമ്പോ അവിടെന്ന് ചോദിക്കും, എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? സ്വഹാബിയോട് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ചരിത്രം പറഞ്ഞു തരുന്ന വലിയ ഒരു പാഠമുണ്ടോ. കാണാത്തവരുണ്ടല്ലോ, ചെവി കേൾക്കാത്തവരുണ്ടല്ലോ, സ്വാധീനമില്ലാത്തവരുണ്ടല്ലോ, അവരെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം സഹോദരാ, പേടിക്കണം സഹോദരാ, പരിഗണിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അവരെ നിങ്ങൾ പരിഗണിക്കണമടോ. കണ്ണ് കാണാത്തവരെ കണ്ട, കണ്ണ് കാണാത്തവരെ കണ്ട കൈ പിടിച്ച് നടത്തണേ ചെറുപ്പക്കാരാ. കണ്ണിന് കാഴ്ച കുറയുന്നവരെ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരെ, നിങ്ങൾക്ക് നിന്റെ മഹത്വം അറിയാനട്ടാ. നിങ്ങൾ ആരെന്നറിയോ? നിങ്ങൾ ആരെന്നറിയോ? ചെറുപ്പക്കാരാ, കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ കണ്ട ആ മനുഷ്യന്റെ കൈ പിടിച്ച് നടത്തണേ. ഫോട്ടോ എടുക്കാറല്ല, റീലെടുക്കാറല്ല, നീ കാരുണ്യ പ്രവർത്തകനാണെന്ന് അറിയിക്കാറല്ല. അല്ലാഹുവിന്റെ വചനം കരുതിയിട്ട് ഒരു കണ്ണ് കാണാത്ത മനുഷ്യനെ നടത്തിയ ഞാൻ എവിടെ വെച്ച് കണ്ടാലും പിടിക്കുമടോ. കണ്ണ് കാണാത്ത ആരെയെങ്കിലും കണ്ട ഒരു 10 ചുവട്ടിടിയെങ്കിലും ഞാൻ അവരുടെ കൈപിടിച്ച് നടത്തുമടോ. എന്തുകൊണ്ടെന്നറിയുമോ? ആ 10 ചുവട്ടിടി നീ സ്വർഗത്തിലേക്ക് അടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു കണ്ണ് കാണാത്ത ഒരാളെ എത്ര ദൂരമാണോ നമ്മൾ കൈപിടിച്ച് നടത്തുന്നത്, അത്രയും ദൂരം നമ്മുടെ സ്വർഗത്തിലേക്ക് അടുത്തു. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇടോ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയവർക്ക് വലിയ സങ്കടമാണ്. സത്യത്തിൽ നിങ്ങൾ ആരാ? നിങ്ങൾക്കുള്ള പ്രതിഫലം എന്താ? ഒരാളുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്താൽ അതിന് പകരം ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. ഒരാളുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പകരം സ്വർഗമാണ് പ്രതിഫലം എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ നീ ഉറപ്പിച്ചോ, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. പക്ഷെ അത് വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്. കാണാതെ വരുമ്പോൾ അല്ലാഹു അയലെ പഠിച്ചോ വലിയ പരീക്ഷണങ്ങളെത്തുള്ള അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബലഹീനരുടെ ദുആ നമ്മൾ എപ്പോഴും പേടിക്കണം. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, നമ്മളെപ്പോഴും അവർക്ക് വലിയ പരിഗണന ഒന്നും നമ്മൾ കൊടുക്കാറില്ല. നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ബാത്റൂമും സൗകര്യവും ആ പമ്പിലുണ്ട്. ഇനി നമ്മൾ ഗൾഫിൽ, ഞാൻ ഇന്നലെ രാത്രി ഞാൻ വണ്ടി ഒതുക്കാൻ നേരത്ത് റഷാദൊക്കെ എന്നോട് പറഞ്ഞു, അവിടെ വണ്ടി ഇട്ട ഫൈന അവസ്ഥ, കാരണം അത് ഇന്ന ആൾക്കാർക്കുള്ള സ്ഥലമാണ്. അവരുടെ വണ്ടി പോലും ഒതുക്കുവാനുള്ള സ്ഥലങ്ങൾ പോലും പ്രത്യേക സൗകര്യം പോലും പല രാജ്യങ്ങളിലുണ്ട്. പക്ഷെ നമ്മുടെ പള്ളികളിൽ ഇങ്ങനെ കാലും കയ്യും ഇല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ പള്ളി വന്നാൽ അയാൾക്ക് ബാത്റൂമിൽ പോകാനൊരു സൗകര്യം ഏതെങ്കിലും പള്ളിയിലുണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഞാൻ സ്വന്തം ജോലി ചെയ്യുന്ന പള്ളിയിൽ പോലും ഇല്ലല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അവർക്ക് വേണ്ടി അതെങ്ങനെ പൂട്ടി താക്കോല് സെക്രട്ടറി പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോകും. കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആലോചിക്ക, പള്ളിയുടെ ബാത്റൂം വരെ പൂട്ടിയിട്ട് ഇല്ല. അപ്പോൾ അത് അവസ്ഥ. വഖഫ് ചെയ്യുമ്പോൾ പറയുന്നത് ഇത് ലോക മുസ്ലിമിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. വഖഫ് ചെയ്യുമ്പോഴൊക്കെ വല്ലാത്ത പറച്ചല.
പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. നമ്മളൊക്കെ യാത്രയിൽ പോകുമ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഫോൺ നമ്പർ പിടിക്കണം, അല്ലെങ്കിൽ മതിലിന്റെ മുകളിലൊക്കെ കൈവച്ച് തപ്പി നോക്കണം, അല്ലെങ്കിൽ മോദിനോട് ചോദിക്കണം. കാരണം കൂട്ടിക്കൊണ്ട് പോകും, എന്റെ തറവാട് സ്വത്തല്ലേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഈ പ്രസിഡന്റ് വല്ലയിടത്തും പോകണം. പ്രസിഡന്റും സെക്രട്ടറിയും പള്ളി കമ്മിറ്റിക്കാരന്മാരൊക്കെ എവിടെങ്കിലും പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എവിടെയെങ്കിലും പോകുമ്പോൾ പൂട്ടിക്കൊണ്ട് പോകണം, അപ്പൊ അറിയാം എന്റെ മനസ്സ്. അതൊക്കെ എന്തിനാ ഇങ്ങനെ കാണിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഭവനമല്ലേ. യാത്രക്കാരന്റെ ദുആയ്ക്ക് വരെ ഇജാബത്തുണ്ടെന്ന്. പള്ളി കൂട്ടിക്കൊണ്ട് പോയില്ലേ സാർ? കൂട്ടിക്കൊണ്ട് പോയി മോദിന്റെ നേരെ ചാട്, എന്തിനാ തുറന്നിട്ടിരിക്കണേ? അങ്ങനൊന്നും ചെയ്യരുത്. യാത്രക്കാരെയൊക്കെ നമ്മൾ പരിഗണിക്കണം. ഏത് പള്ളിയിലെ സഹോദരൻ ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഒരു സൗകര്യമുള്ളത്? നിങ്ങൾ നോക്കിക്കേ, ഇവർക്കൊന്ന് നിസ്കരിക്കാൻ പള്ളി കയറണമെങ്കിൽ നിരങ്ങി കയറണം. സൗകര്യം ഉണ്ടോ? പള്ളിയുടെ സൈഡിൽ റൂമിന്റെ അകത്ത് വീൽ ചെയർ കൂട്ടിയിട്ടിരിക്കുക. എന്തിന്? നാട്ടുകാർക്ക് കൊടുക്കാൻ, നാട്ടിലെ രോഗികൾ കൊടുക്കാൻ വീൽ ചെയർ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിയിൽ വന്നാൽ നിസ്കരിക്കാനൊരു വീൽ ചെയർ പള്ളിക്കകത്തുണ്ടോ? അത് ലക്ഷങ്ങളുടെ കാർപ്പറ്റ് അല്ലേ, അതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ഇല്ലേ? കസേര ഉണ്ട്. മരിച്ച വീട്ടിൽ പോലും അത്രയും കസേരയില്ലല്ലോ പള്ളിക്കകത്തുണ്ട്. മരിച്ച വീട്ടിൽ പോലും ഇത്രയും കസേരയില്ല. ഈ കസേര വാങ്ങി ഇടുന്നവന് അള്ളാഹു നാളെ എന്ത് ശിക്ഷയാ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയിലോട്ട് നടന്നാ വരുന്ന പാപ്പയ്ക്ക് സ്റ്റെപ്പ് കയറാൻ കുഴപ്പമില്ല, കുനിയാൻ കുഴപ്പമില്ല. പാപ്പ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരൊറ്റ ഇരുപ്പ. റഹ്മാനായ അള്ളാഹ് 1000 നോട്ട് നിരത്തിയിട്ട് നോക്കണം പാപ്പ കുനിയോ ഇല്ലയോ എന്നപ്പ അറിയാം. ഈ കസേരയിൽ ഇരിക്കുന്നതിന് ഒരു പാമ്പ് വല്ലതും കയറിയാൽ മതിയായിരുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പ അറിയാം ഇമാമിന്റെ തലയിൽ കൂടെ എവിടെങ്കിലും ചാടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, അള്ളാഹുടെ മുമ്പിൽ നിന്ന് നീ എത്ര വേണമെങ്കിലും കിതാബ് നോക്കിക്കോ. സുജൂദെന്ന് പറഞ്ഞാൽ അത് താഴെ ഭൂമിയിൽ തന്നെ ചെയ്യണം സഹോദരൻ. എടോ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. അങ്ങനല്ലേ? ആണോ അല്ലേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യണം? ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നെന്ന് പറഞ്ഞാൽ കസേരയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു മനുഷ്യൻ താഴെ ഇരുന്ന് നിസ്കരിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നെന്ന് പറഞ്ഞാൽ തറയിലിരിക്കണം. അതിന് പറ്റാത്തവൻ വേണം കസേര കയറാൻ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പള്ളിയിൽ ഒരാളും തറയിലിരുന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ. മടിയന്മാരാകും, അലസത. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളവരെ കൂടെ പരിഗണിക്കുക. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അവരോട് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പോലും നിസാരമായി കാണരുത്. അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അവരുടെ മനസ്സ് വേദനിച്ചാൽ നിന്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 മണിയായി. ഞാൻ നിർത്താന്ന് പറഞ്ഞ സമയമായി. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആത്മാർത്ഥ